ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇന്ന് രാത്രിക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ നേർച്ചയും കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ഫുൾ ബിസി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിക്ക് കുറച്ച് സാദാ ചോറും പിന്നെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് നല്ലോണം കഷ്ണാക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് വലുതും എന്നാൽ തീരെ ചെറുതും അല്ലാത്ത പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ടൊന്ന് കായം പരട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി സ്വർക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് സബോളൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണേ. ഇവിടെ പാതുവിനും ഫൈക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇങ്ങനെ കറി ഉണ്ടാക്കുന്നത്. സ്കൂളിലോട്ട് അവർ കൊണ്ടുപോകാറുണ്ടേ. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 2 സബോളയും പിന്നെ കുറച്ച് വേപ്പിലയും 3-4 ചീനമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മൾ എടുക്കുക. ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് സബോളയും വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്ടി മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ലല്ലോ, അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടിയിൽ കുറച്ച് ഇങ്ങനെ കറുത്ത കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എന്നാലും കയ്പ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചട്ടി ശരിക്കും മാറ്റുകയാണ് നല്ലത്. ചട്ടി മാറ്റിയിട്ട് വേറെ ചട്ടി വെച്ചിട്ട് ആക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതിലോട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര മാത്രമേ ചെയ്യണുള്ളൂ. ഇനി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പൊരിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് നമുക്കൊന്ന് ചൂട് കയറ്റിയെടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ രാത്രിക്ക് ചൂട് ചോറും ഈ ഒരു കറി മാത്രം തന്നെ ഉള്ളൂ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, 2 പപ്പടവും പിന്നെ ചീനമുളക് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കറി തന്നെ മതി, അത്യാവശ്യം ചോറ് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും എല്ലാവരും കൂടെ ഒരൊറ്റ പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കാറ്. അതാണ് ഇത്രയധികം ചോറും കറിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെയും കാണാം. ബൈ ബൈ.